ഇപ്പോൾ ഒരാൾക്ക് ഓർണമെന്റ്സും മറ്റ് റിക്കവറീസും ഒക്കെ ഓർഡർ ആയി എന്ന് വിചാരിക്കുക, ഇത് വാങ്ങിച്ച് ആ ആളിലേക്ക് കൊടുക്കാനുള്ള ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, അത് പലപ്പോഴും എങ്ങനെയാണ് അതിനെ കൈകാര്യം? അതൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രൊസീജിയർ ആണോ? എങ്ങനെയാണ് അതിന്റെ ഒരു? ഇത് രണ്ട് രീതിയിലെ കേസുണ്ട്. ഒന്നെന്ന് പറയുന്നത് മ്യൂച്വൽ ആയിട്ട് സെറ്റിൽ ആവുന്ന കേസ്, മറ്റത് കണ്ടസ്റ്റിംഗ് ആണ്. ഈ കണ്ടസ്റ്റിംഗ് ആയിട്ട് ഇപ്പൊ നമ്മൾ കണ്ടസ്റ്റിംഗ് കേസ് ആദ്യം പറയാം. കണ്ടസ്റ്റിംഗ് കേസിൽ ഒരു 100 പവൻ കോടതി വിധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റേ കക്ഷിയുടെ അടുത്ത് കക്ഷിയാണ് കൊടുക്കേണ്ടത്. അത് കോടതി വിധി ആയല്ലോ. അപ്പൊ ആ എതിർ കക്ഷിക്ക് ഒന്നിയിൽ ഹൈക്കോടതിയിൽ അപ്പീൽ പോവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ തുക കൊടുത്തേ പറ്റുള്ളൂ. കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിധി നടപ്പ് ഹർജി ഫയൽ ചെയ്തിട്ട് അവരിൽ നിന്ന് ഈടാക്കി എടുക്കാനുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് കണ്ടസ്റ്റിംഗ് ആയിട്ട് പോവാണ്, കോടതി മുഖാന്തരം പോകുന്നത്. അതല്ലാതെ സെറ്റിൽമെന്റിലേക്ക് വരും. ഇപ്പം മീഡിയേഷനിൽ വെച്ച് പറയാണ്, ശരി ഞാനത് മ്യൂച്വൽ ഡിവോഴ്സിന്റെ സമയത്ത് ഞാൻ സ്വർണം തിരിച്ചു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ മ്യൂച്വൽ ഡിവോഴ്സിന് ഏറ്റവും ലാസ്റ്റ് നമ്മൾ മൊഴി കൊടുക്കുന്ന ദിവസമുണ്ട്. ആ മൊഴി കൊടുക്കുന്ന ദിവസമായിരിക്കാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്. അത് എതിർഭാഗത്തിന്റെ അഡ്വക്കേറ്റും ഉണ്ടാവും, നമ്മളുടെ ഭാഗത്തുണ്ടാവും. എന്നിട്ട് സ്വർണ്ണമെല്ലാം തിട്ടപ്പെടുത്തി എല്ലാം റെഡിയാക്കിയതിന് ശേഷം അവർ കോടതിയിൽ പോയി മൊഴി കൊടുക്കും. അപ്പോഴേക്കും നമ്മളത് കൈമാറ്റം ചെയ്യും. അങ്ങനെ